ഒരു രണ്ടാം കെട്ടുകാരൻ്റെ ഭാര്യയായി അയാൾക്ക് ആദ്യ ഭാര്യയിലുണ്ടായ കുട്ടിയുടെ അമ്മയായി വലതുകാൽ വെച്ച് ആ പടി കയറുമ്പോൾ മനസ്സിൽ രണ്ട് കാര്യങ്ങളായിരുന്നു. ഒരിക്കലും നിനക്കൊരു അമ്മയാകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മച്ചിയെന്നും വിളിച്ചും വാക്കുകൾ കൊണ്ടും ശാരീരികമായും ഉപദ്രവിച്ച ആദ്യ ഭർത്താവിൽ നിന്നും രക്ഷപ്പെടുമ്പോൾ തകർന്നുപോയ ഹൃദയത്തിൽ നിന്നും ഒരു മോചനം. പിന്നെ ഒരിക്കലും അമ്മയാകാൻ കഴിയില്ലെന്ന അയാളുടെ വാക്കുകൾക്ക് മുന്നിൽ തകർന്നടിഞ്ഞ സ്വപ്നങ്ങൾക്ക് ഒരു ആശ്വാസമെന്നോണം ഒരു മകനെ കിട്ടിയത്. പെറ്റവയറിനോളം വരില്ലെങ്കിലും പോറ്റുവാൻ ഇനി മുതൽ തനിക്കുമൊരു മകൻ ഉണ്ടെന്ന ചിന്ത. ആ വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അതൊക്കെയായിരുന്നു സന്തോഷം. ബാമേ, നിനക്കവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. ഒരു രണ്ടാം കെട്ടുകാരൻ എന്ന ചിന്ത വേണ്ട. അത് ചിലപ്പോൾ നമുക്കിടയിൽ ഒരു അകലമുണ്ടാക്കാം. ജീവിതം നമ്മൾ ചിന്തിക്കുന്ന പോലെയോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയോ അല്ല. എല്ലാം ഒരു യോഗമാണ്. ആ ഒഴുക്കിനനുസരിച്ച് നീങ്ങാൻ ഇനിയുള്ള കാലം നിന്നെയായിരിക്കും ദൈവം എനിക്കായി വിധിച്ചത്. അതുകൊണ്ട് പഴയതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം ഇവിടെ നിന്ന് തുടങ്ങാം. പക്ഷേ ഒന്ന് മാത്രം, നീ പ്രസവിച്ചതല്ല എന്ന പേരിൽ എൻ്റെ മോൻ ഒരിക്കലും നിനക്കൊരു ഭാരമാകരുത്. അവൻ ഇനി മുതൽ എൻ്റെ മകനല്ല, നമ്മുടെ മകനാണ്. അശോകൻ്റെ വാക്കുകളെ സന്തോഷത്തോടെയായിരുന്നു അവൾ സ്വീകരിച്ചത്. അയാൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഈ പടി കയറുമ്പോൾ തന്നെ അവനെ സ്വന്തം മകനായി കാണാൻ തുടങ്ങിയിരുന്നു എന്ന് മനസ്സ് പറയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞുപോയ നാളുകൾ ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന സ്നേഹവും കരുതലുമെല്ലാം കൂടുതലാണ് ഏട്ടാ. ഒരു ജീവിതം അവസാനിച്ചു എന്ന് തോന്നിത്തുടങ്ങിയിടത്ത് നിന്നാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പുതിയ ജീവിതത്തിലേക്ക് ഏട്ടൻ കൈപ്പിടിച്ചുയർത്തിയത്. അതിന് ഞാൻ എന്നും കടപ്പെട്ടവളാണ്. പിന്നെ ഒരു കുട്ടി ഉണ്ടാക്കാത്ത എനിക്ക് താലോലിക്കാനും സ്വന്തമായി വളർത്താനും ഒരു മോനെ കിട്ടിയില്ലേ. ഇപ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. ഒരിക്കലും ഞാൻ പ്രസവിച്ചില്ല എന്ന പേരിൽ അവനെ ഞാൻ തള്ളിപ്പറയില്ല ഏട്ടാ. അവൻ എൻ്റെ മോൻ തന്നെയാണ്. ഇനി മുതൽ നമ്മുടെ മാത്രം മോൻ. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടക്കുമ്പോൾ അവനും സന്തോഷത്തിലായിരുന്നു. പേടി മകൻ്റെ കാര്യത്തിൽ മാത്രമായിരുന്നു. കഥകളിലും പല ജീവിതങ്ങളിലും കണ്ടിട്ടുണ്ട് കയറി വരുന്ന രണ്ടാനമ്മയുടെ ക്രൂരമായ മുഖങ്ങൾ. അതുകൊണ്ട് തന്നെ ആ പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി. പെറ്റമ്മ പോയെങ്കിലും വന്ന പോറ്റമ്മയും അത്രമേൽ അവനെ സ്നേഹിക്കുമെന്ന് അശോകന് തോന്നി. മാമേ, നമുക്കിടയിൽ മുന്നേ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇനി ചിന്തിക്കേണ്ട. ഇനി മുതൽ എങ്ങനെ മാത്രം ചിന്തിക്കുക. പാസ്റ്റ് ഒന്നും ഇനി വേണ്ട നമുക്കിടയിൽ. ഇനി ഈ ലോകത്ത് ഞാനും നീയും നമ്മുടെ മോനും മാത്രം മതി. അത് പറഞ്ഞവൻ അവളെ ചേർത്ത് പിടിച്ച് ചുംബിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ആ പുതിയ ജീവിതത്തിലേക്ക് അയാൾ പടർന്നു കയറുമ്പോൾ ആ രാത്രി നിലാവിനോട് ചേർന്ന് പതിയെ നീങ്ങി തുടങ്ങിയിരുന്നു. ഒടുവിൽ രണ്ടുപേരും കിതപ്പോടെ വശങ്ങളിലേക്ക് മാറിക്കിടക്കുമ്പോൾ വിയർത്തൊലിച്ച അവളുടെ മുഖത്തുകൂടി അപ്പോഴും കണ്ണുനീർ ഒഴുകി. എത്രയൊക്കെ ആഘോഷിച്ചാലും ബന്ധപ്പെട്ടാലും ഒരു കുഞ്ഞെന്ന മോഹം അകലെയാണെന്ന സത്യം അവളെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചു. അപ്പോഴെല്ലാം മനസ്സിൽ ക്രൂരമായ പുഞ്ചിരിയോടെ അവൻ ഓടി നടന്നു. ഗിരി, അവളുടെ ആദ്യ ഭർത്താവ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന ഗിരിയുടെ കൈപിടിച്ച് ആ വീട്ടിലേക്ക് കയറിയത്. പക്ഷേ സ്വപ്നങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് തകിടം മറിഞ്ഞു. ആദ്യ രാത്രിയിൽ തന്നെ ആടി വന്ന ഭർത്താവിന് മുമ്പിൽ നിറമിഴിയോടെ നിൽക്കുമ്പോൾ അത് കണ്ടു. പൊട്ടിച്ചിരിക്കുന്ന ഒരു മൃഗത്തെയായിരുന്നു അവിടെ കണ്ടത്. പിന്നെ അവൻ്റെ വികൃതമായ ലൈംഗിക വീഴ്ചകളിൽ തളർന്നുറങ്ങുമ്പോൾ സന്തോഷം തരുന്ന ചില സ്വപ്നങ്ങൾ മാത്രമായിരുന്നു കൂട്ട്. അതിലൊന്നായിരുന്നു കുഞ്ഞ്. ഒരു കുഞ്ഞുണ്ടായാൽ ചിലപ്പോൾ ഗിരിയുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുമെന്ന ചിന്ത മനസ്സിനൊരു സന്തോഷം നൽകി. പിന്നെ അതിനായുള്ള കാത്തിരിപ്പായിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി കടന്നുപോയി. സ്വപ്നങ്ങളായി തന്നെ നിലകൊണ്ടു. കൂടെ ഗിരിയുടെ സംശയരോഗവും ജീവിതത്തിൽ വില്ലനായി വരാൻ തുടങ്ങിയപ്പോൾ മടുത്തു തുടങ്ങിയിരുന്നു. അതിനിടയ്ക്കാണ് എല്ലാ സ്വപ്നങ്ങളിലും തകിടം മറിച്ചും കൊണ്ട് അവൻ ആ പേപ്പർ മുന്നിലേക്ക് നീട്ടിയത്. അതൊരു ലാബ് റിസൾട്ടായിരുന്നു. കുട്ടികളുണ്ടാകുന്ന കാര്യത്തിൽ അവനൊരു പ്രശ്നവുമില്ലെന്ന് കാണിക്കുന്ന റിസൾട്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തതെന്ന്. നീ ഒരു മച്ചിയാടി, മച്ചി. നിനക്കാണ് കുഴപ്പം. മനസ്സിലായില്ലേ? ഇതുവരെ ഓട്ടക്കുടത്തിലാണ് വെള്ളമൊഴിച്ചതെന്ന് സാരം. ഒരു കുഞ്ഞിനെപ്പോലും പ്രസവിക്കാൻ കഴിയാത്ത നീ ഒക്കെ ഒരു പെണ്ണാണടി. ഗിരിയുടെ ക്രൂരമായ വാക്കുകൾ ഹൃദയത്തെ കീറിമറിക്കുമ്പോഴും തനിക്കൊരു അമ്മയാകാൻ കഴിയില്ലെന്ന വാക്കുകൾ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഏറെ കൊതിച്ചതാണ് ഒരമ്മയാകാൻ. ഗിരിയുടെ പീഡനങ്ങൾ മുഴുവൻ അനുഭവിക്കുമ്പോഴും ആകെയൊരു ആശ്വാസം അങ്ങനെ ഒരു ചിന്ത മാത്രമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും ഇല്ലാതാകുകയാണോ ഈശ്വര? നിറഞ്ഞ കണ്ണും മൂക്കും തുടച്ചും കൊണ്ട് അവനെ നോക്കി, എനിക്ക് എൻ്റെയും ഒന്ന് ലാബിൽ കൊടുക്കണം, പ്രശ്നമുണ്ടോ എന്ന് എനിക്കും അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഗിരിയുടെ കൈ ബാമയുടെ മുഖത്തും ആഞ്ഞു പതിച്ചു. ഇനി അതുകൂടി ചെയ്ത് മറ്റുള്ളവരെ കൂടി അറിയിക്കണമല്ലേ നിനക്ക്? നീ മച്ചിയാണെന്ന് മനസ്സിലാക്കാൻ എൻ്റെ ഈ റിസൾട്ട് മതി. അല്ലാതെ ഇനി നിന്നെ കൊണ്ടുപോയി ലാബിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ നാണം കെടാൻ എന്നെ കിട്ടില്ല.
പിന്നെ നിന്നെയൊക്കെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടാമെന്ന് വെച്ചാൽ പിന്നെ കയറി വരുന്നത് ഏതൊക്കെ ചെക്കന്മാരുടെ കൂടെ അഴിഞ്ഞാടിയാണെന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം. മച്ചിയെങ്കിൽ മച്ചി, തോന്നുമ്പോൾ ആശ തീർക്കാനൊരു സാധനമായല്ലോ. ഇനി അതിനും പുറത്ത് കാശ് കൊടുക്കേണ്ടല്ലോ. അല്ലാതെ നിന്നെ ഇനി വേറെ ഒന്നിനും കൊള്ളില്ലെന്നറിയാം. അതും പറഞ്ഞ് മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിക്കൊണ്ട് ഗിരി പുറത്തേക്ക് പോകുമ്പോൾ മനസ്സ് മുഴുവൻ വെറുപ്പായിരുന്നു. ഒരു വേശ്യയേക്കാൾ താഴ്ന്ന രീതിയിലേക്ക് താഴ്ത്തിക്കെട്ടിയ ജീവിതത്തോട്. അങ്ങനെ ഒരു വർഷം തികയാനുള്ള കാത്തിരിപ്പ് ആയിരുന്നു. അതിനിടയിൽ ഏൽക്കാത്ത ക്രൂരതകളില്ല. രഹസ്യഭാഗങ്ങളിൽ വരെ മച്ചിയായി നിൽക്കുന്നയാൾ ഇതിനൊക്കെ ഇത്ര ഭംഗി എന്ന് ചോദിച്ചും കൊണ്ട് സിഗരറ്റ് കുത്തിയിറക്കി രസിച്ചിരുന്ന ദിവസങ്ങൾ. ചുണ്ടുകളിൽ മൊട്ടുസൂചി കൊണ്ട് കുത്തി ചെറിയ മുറിക്കുത്തുകളിൽ നിന്ന് വരുന്ന ചോര കണ്ട് പൊട്ടിച്ചിരിക്കുന്ന ദിവസങ്ങൾ. അങ്ങനെ ഒരു കൊല്ലം പിന്നീട് അനുഭവിച്ച ക്രൂരതകളിൽ നിന്ന് കൊതിച്ച ഒരു മോചനം. ഓർക്കുമ്പോൾ ഇപ്പോഴും ആ ഞെട്ടിൽ നിന്നും മാറുന്നില്ല മനസ്സ്. കുറച്ചു നേരത്തെ ക്ഷീണം മാറി തിരിഞ്ഞു കിടക്കുമ്പോൾ ഒരേ ഇരിപ്പിരിക്കുന്ന ബാമയെ കണ്ടപ്പോൾ അശോകനും എഴുന്നേറ്റു. എന്ത് പറ്റി ബാമേ, കിടന്നില്ലേ നീ? അവൻ്റെ ചോദ്യത്തിന് ഒന്നുമില്ലെന്ന് തലയാട്ടുമ്പോൾ അവളെ ചേർത്ത് പിടിച്ച് ബെഡിലേക്ക് കിടത്തി കെട്ടിപ്പിടിച്ചു കിടന്നു അവൻ. പിന്നീട് അങ്ങോട്ട് സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു ജീവിതം ബാമ പ്രതീക്ഷിച്ചിരുന്നില്ല. കുറേ നാളുകൾ അനുഭവിച്ച വേദനകൾക്ക് ദൈവം അറിഞ്ഞു നൽകിയ സന്തോഷമായിരിക്കാം. വിവാഹം കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം ആ സന്തോഷം അവരെ തേടിയെത്തി. ഭാമ ഗർഭിണിയാണ്. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങൾ. പക്ഷേ അപ്പോഴും അവളുടെ മനസ്സിൽ ഗിരി പറഞ്ഞ വാക്കുകളായിരുന്നു, ഒരിക്കലും നീ ഒരു അമ്മയാകില്ലെന്ന്, താൻ മച്ചിയാണെന്ന്. അന്നങ്ങനെ പറഞ്ഞത് കള്ളമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഗിരിയിൽ തനിക്കൊരു കുട്ടിയുണ്ടായില്ല എന്ന ചിന്തയായിരുന്നു അപ്പോൾ ഭാമയുടെ മനസ്സിൽ. ഒരു മച്ചി എന്ന വാക്കിൽ അത്രയും ക്രൂരമായി ആക്ഷേപിക്കുമ്പോൾ അത് കേട്ടത് മുഴുവൻ സത്യമല്ലാത്ത കാര്യത്തിന് വേണ്ടി ആയിരുന്നു എന്നോർക്കുമ്പോൾ ആ നിമിഷം അവൾ ഒന്ന് തീരുമാനിച്ചു. താൻ മച്ചിയെല്ലാം തെളിഞ്ഞ സ്ഥിതിക്ക് അന്ന് മച്ചി എന്ന വാക്കിലേക്ക് തന്നെ ക്രൂരമായി തള്ളിവിട്ടതിൻ്റെ സത്യാവസ്ഥ അറിയാൻ. അന്ന് അവൻ കാണിച്ച പേപ്പറിൽ എഴുതിയിരുന്ന ലാബ് അവനെയും തന്നെയും അറിയാവുന്ന ഒരാളുടെ ആയതുകൊണ്ട് കയറി ചെല്ലുമ്പോൾ അവളെ അയാൾ സ്നേഹത്തോടെയായിരുന്നു സ്വീകരിച്ചത്. കാര്യങ്ങൾ ഒരുവിധം അറിയാവുന്ന അയാൾക്ക് മുന്നിൽ താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ അയാളിലും ഒരു ഞെട്ടലുണ്ടായിരുന്നു. ചേച്ചി, എന്നോട് ക്ഷമിക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഞങ്ങളുടെ തൊഴിലിന് ചേർന്നതല്ലെന്നും അറിയാം. പക്ഷേ അവൻ്റെ വാശിക്ക് മുന്നിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അത് പുറത്തറിഞ്ഞാൽ പിന്നെ... അവൻ്റെ അപേക്ഷയുടെ വാക്കുകൾ മുഴുവനാകും മുമ്പേ കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് അവൾ അവനെ നോക്കി. ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്തായിരുന്നു ബിനോയ്? അവളുടെ ചോദ്യത്തിന് മുന്നിൽ പരുങ്ങളുടെ മുഖത്ത് കിനിഞ്ഞ വിയർപ്പ് തുള്ളികൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ചേച്ചി, ഗിരിക്ക് ഒരിക്കലും കുട്ടികളുണ്ടാകില്ല. അതിൻ്റെ പഴി ചേച്ചിയിലേക്ക് ഇടാൻ വേണ്ടി അവന് ഒരു കുഴപ്പവുമില്ലെന്നുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വന്നു. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. പക്ഷേ അവൻ്റെ വാക്കുകൾക്ക് കൂടുതലൊന്നും മറുപടി പറയാതെ എഴുന്നേറ്റ് പോകാൻ തിരിയുമ്പോൾ പുറത്തുനിന്നും വാതിൽ തുറന്ന് അകത്തേക്ക് വരുന്ന ഗിരിയെ കണ്ട് അവൾ അതുപോലെ തന്നെ നിന്നു. അവളെ അവിടെ കണ്ട ഗിരിയും ഒരു നിമിഷം ശ്വാസം നിലച്ച പോലെ നിന്നുപോയി. അവനിലെ പരുങ്ങൽ നിറഞ്ഞ ഭാവം കണ്ട് ആ നിമിഷം തനിക്ക് നേരെ നടന്നു വരുന്ന അവൾക്ക് മുഖം കൊടുക്കാതെ തിരിയുമ്പോൾ പുഞ്ചിരിയോടെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്ന അവൾ അവനെ ഞെട്ടിച്ചുകൊണ്ട് ഒന്ന് മാത്രം പറഞ്ഞു, ഷണ്ടൻ.